കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യ സമര പോരാളികൾ നടത്തിയ ഒരു ട്രെയിൻ റാഞ്ചൽ ശേഷം തൊട്ടു പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത താലിബാന്റെ തന്നെ മറ്റൊരു സംഘടനയായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് വൻപൻ ആക്രമണം നടത്തി എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജാൻ ഡോൾട്ടാങ് എന്ന ജില്ലയിലെ നടത്തുന്ന പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പാണ് ഈ ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഖൈബർ പഖ്തുൻഖ എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ സൗത്ത് വസീറാസ്ഥാൻ ജില്ലയിലുള്ള ഫ്രോണ്ടിയർ കോർപ്സിൻ്റെ സൈനിക താവളത്തിന് നേർക്കും ആക്രമണമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജന്തോള എന്ന് പറയുന്നിടത്ത് പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റും ഈ താലിബാൻ ആക്രമിച്ചിട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാൻ്റെ വാർത്താ ഏജൻസിയായ ജിയോ ന്യൂസ് പറയുന്നത് 8 ഭീകരരെ പാക് സൈന്യം കൊലപ്പെടുത്തിയെന്നാണ്. ഏതായാലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ താലിബാനും പാകിസ്ഥാനും നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിലാണ് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ കാലമായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ താലിബാന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ആക്രമണം പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. അതും സൈനികർക്ക് നേരെയാണ്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാക് സൈനികരെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിലാണ് പാകിസ്ഥാൻ. ന്യൂസ് ഇന്ത്യ മലയാളം.